ഹലോ, നമുക്കേ ഇന്ന് ഇച്ചിരി നത്തോലി കിട്ടിയിട്ടുണ്ടേ. ഇത് കറുത്ത നത്തോലിയാണെന്നാണ് പറയുന്നത്. അന്നേരം ഇത് 7 മണിയൊക്കെ ആയപ്പം ചേട്ടായി ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നു. പക്ഷെ നല്ല പച്ച നത്തോലിയായിരുന്നു. നമ്മളിവിടെ ഇത് കൂടുതലും ഈ തേങ്ങ അരച്ച് മുരിങ്ങയ്ക്കായും പിഴുപുളിയും തക്കാളിക്കയൊക്കെ ഇട്ട് ചാറ് പോലെ വെക്കുക. പക്ഷെ ഇന്ന് ഞാനത് വെക്കുന്നില്ല. ഇന്ന് പീര വെക്കാമെന്ന് ഓർത്താണ്. അങ്ങനെ ഞാൻ ആ മീനെല്ലാം വെട്ടി തേച്ച് കഴുകി വെച്ചേ. ഞാൻ എപ്പം തേങ്ങ ചിരണ്ടാൻ നിന്നാലും ഇതുപോലെ എൻ്റെ കയ്യിൽ നിന്ന് തെന്നിപ്പോയി എൻ്റെ കൈ മുറിയും. ഇന്നും അതേതായാലും പാഴായില്ല, അതുപോലെ തന്നെ തെന്നിപ്പോയി, പക്ഷെ കൈ മുറിഞ്ഞില്ല. അങ്ങനെ തേങ്ങയെല്ലാം ചിരണ്ടിയെടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയുള്ളി എടുക്കുന്നതാണ് നല്ലത്. പക്ഷേ എനിക്ക് പൊളിക്കാനും അരിയാനും മടിയായ കാരണം ഞാൻ സവോള എടുത്ത്. അതുപോലെ തന്നെ ഈ തേങ്ങ നമ്മളൊന്ന് ചിലർ ഒതുക്കിയിടും. ഒതുക്കിയ തേങ്ങ ഇച്ചിരി ചെറുതാകുമെന്നല്ലേ ഉള്ളെന്നുള്ള ഇതിൽ പിന്നെ മടിയും കൂടെ കാരണം ഞാൻ ഒതുക്കിയില്ല, ചിരണ്ടിയ വടി എടുത്തിടുക. പിന്നെ ഇതെല്ലാം കൂടെ ചതയ്ക്ക്. ഞങ്ങളുടെ അമ്മയൊക്കെ വെക്കുമ്പം ചതച്ചാണ് ഇടുന്നത്. അന്നേരം ഇവിടെ പിള്ളേർക്കത് വലിയ താല്പര്യമില്ല. അന്നേരം അരിഞ്ഞിടുവാണെങ്കിൽ അവന്മാർ കഴിക്കാൻ നേരത്ത് അത് പെറുക്കി മാറ്റി വെക്കും. അതുകൊണ്ടെല്ലാം അരിഞ്ഞാണ് ഇടുന്നത്. അങ്ങനെ ഇതെല്ലാം കൂടെ അരിഞ്ഞ് പിന്നെ ഇതിനകത്ത് നമ്മളെ പീര വെക്കുമ്പോൾ ഈ മുളക് കൂടാതെ ഇച്ചിരി മുളക് പൊടിയും കൂടി ഇടും കളറിന് വേണ്ടി. എനിക്ക് ആ ചുമപ്പ് കളറിനോട് വലിയ താല്പര്യമില്ലാത്ത കാരണം ഞാൻ പച്ചമുളക് മാത്രമേ ഇട്ടുള്ളേ. അന്നേരം ഇത് വെട്ടിയപ്പോഴും ചേട്ടായി ചോദിച്ചു ചാറ് വെച്ചാൽ പോരേന്ന് ചോദിച്ചു. എനിക്ക് ഈ ചൂട അങ്ങനെ വെക്കുന്നതിനോട് താല്പര്യമില്ല. ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ കറിയേ എല്ലാത്തിനകത്തും മുരിങ്ങയ്ക്ക വെട്ടി കണ്ടിച്ചിടുവേ. എനിക്ക് പക്ഷെ അത് വലിയ ഇഷ്ടമല്ല. അങ്ങനെ അതിനകത്തോട്ട് തന്നെ അരിഞ്ഞ് വെച്ചതിനകത്തോട്ട് നമ്മൾ തേങ്ങയിട്ട് നല്ല പുളിയാണ്. ഞങ്ങളുടെ ചിറ്റയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല ഉറയുള്ള പുളി, അതുകൊണ്ട് ഒരു പുളിയെ എടുത്തിട്ടുള്ളേ. അത് തന്നെ ഞാനിത് തിളച്ച് കഴിഞ്ഞ് പെറുക്കി മാറ്റും. എന്നിട്ട് നമ്മൾ പിന്നെ ഉപ്പുനീരും കൂടെ ഒഴിച്ച് നല്ലതായിട്ട് കൈകൊണ്ട് തിരുമ്മി അങ്ങ് ഉടയ്ക്കും. മുരിങ്ങയ്ക്കയൊക്കെ ഇട്ട് കറി വെച്ച് അത് ശീലിച്ചവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളത് ശീലിക്കാത്ത കാരണം നമുക്ക് ആദ്യമൊക്കെ ഇച്ചിരി ഇതായിരുന്നു. പിന്നെ ഇപ്പോൾ എനിക്കും വലിയ കുഴപ്പമില്ല. എന്നാലും ഇത് കണ്ടപ്പം ഒന്ന് പീര വെച്ച് കൂട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ അതിനകത്തോട്ട് കുറച്ച് മീനേ എടുത്തുള്ളേ. ബാക്കി അങ്ങ് വറക്കാനായിട്ട് പുരട്ടി വെച്ച്. അങ്ങനെ അതിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കും. ഇത്രയൊന്നും വേണ്ട, പക്ഷേ എൻ്റെ ഈ ചട്ടിക്കകത്ത് ചിലപ്പം വെച്ചാൽ അങ്ങ് അടി പിടിക്കും. അന്നേരം വെറുതെ അടി പിടിച്ച് കരിയിക്കണ്ടല്ലോ എന്നുള്ള ഇത് ഇച്ചിരി വെള്ളം അങ്ങ് വെച്ചേ. ഇത് തിളച്ച് വന്നപ്പോൾ അതിനകത്തോട്ട് ഞാൻ ഒരു തുള്ളി കരിയാപ്പലയും കൂടി ഇട്ടേ. എന്നിട്ട് പറ്റി കഴിഞ്ഞപ്പം ഇച്ചിരി എല്ലാ വെളിച്ചെണ്ണയും കൂടെ എല്ലാം ഒഴിച്ചേ. ഇനി വാങ്ങി വെക്കുക. ഇനി നമുക്ക് ചട്ടി വെച്ചിട്ട് മീനും കൂടെ വറക്കാം. നമ്മുടെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.